ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യു പി എസ് സി മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യു പി എസ് സി സി എസ് സി പ്രിലിംസ് 2025 വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജിയും കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പ്രിലിംസ് എക്സാമിനേഷന്റെ പാറ്റേൺ ആണ്. എന്താണ് പ്രിലിംസ് എക്സാമിനേഷന്റെ പാറ്റേൺ? അതായത് നമുക്ക് രണ്ട് പേപ്പേഴ്സ് ആണുള്ളത്, ജി എസ് പേപ്പർ 1 ആൻഡ് ജി എസ് പേപ്പർ 2. ജി എസ് പേപ്പർ 1 എന്താണ് വരുന്നത്? നമ്മുടെ ഹിസ്റ്ററി, പൊളിറ്റി പോലെയുള്ള സബ്ജക്ട്സ്. അത് നമ്മൾ സിലബസ് പിന്നീട് ഡിസ്കസ് ചെയ്യും. സോ ജി എസ് പേപ്പർ 2 എന്താണ്? സിസാറ്റ് ആണ്, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ജി എസ് പേപ്പർ 2 എന്താണ്? ഒരു ക്വാളിഫയിങ് ടൈപ്പ് എക്സാമിനേഷൻ. അതായത് നമുക്കൊരു 33% മാർക്ക് മതി എന്ത് ചെയ്യാൻ? സിസാറ്റ് പാസ് ആവാനായിട്ട്. പക്ഷെ ഈ 33% മേടിക്കുക എന്ന് പറഞ്ഞത് നല്ല പാട് പിടിച്ച പരിപാടിയാണ്, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെന്തുണ്ട്? നമ്മുടെ പ്രിലിംസ് എക്സാമിനേഷനിൽ നെഗറ്റീവ് മാർക്കിംഗും ഉണ്ട്. 1/3 ആണ് ഡിഡക്ഷൻ വരുന്നത്, ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ് പ്രിലിംസ് എക്സാമിനേഷന്റെ പാറ്റേൺ? എക്സാമിന് രണ്ട് പേപ്പേഴ്സ് ആണുള്ളത്, ജി എസ് പേപ്പർ 1 ആൻഡ് ജി എസ് പേപ്പർ 2. ജി എസ് പേപ്പർ 1 നമ്മുടെ ജി എസ് സബ്ജക്ട്സ് വരും. ജി എസ് പേപ്പർ 2 എന്ന് പറയുന്നത് സിസാറ്റ് ആണ്. സിസാറ്റ് എന്താണ്? ഒരു ക്വാളിഫയിങ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്, ക്വാളിഫയിങ് പേപ്പർ ആണ്. 33% മതി സിസാറ്റ് ക്വാളിഫൈ ആവാനായിട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി സിലബസ്, നമുക്ക് പ്രിലിംസിന്റെ സിലബസ് നോക്കാം. ഇതിൽ ജി എസ് പേപ്പർ 1 ഉണ്ട്, സിസാറ്റ് പേപ്പർ ഉണ്ട്. ഈ ജി എസ് പേപ്പർ 1 ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റി, എക്കണോമി, ജോഗ്രഫി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്. ഇത്രയും സബ്ജക്ട്സ് ആണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി സിസാറ്റ് പേപ്പറിലാണെങ്കിലോ കോംപ്രഹെൻഷൻ ഉണ്ട്, ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഡിസിഷൻ മേക്കിംഗ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിന്റെയൊക്കെ നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, പെയ്ഡ് നോട്ട്സ് ആണ്, എനിക്ക് DM ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുത്തേക്കാം. ഒന്നെങ്കിൽ എനിക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ DM ചെയ്യുക. വാട്സ്ആപ്പിൽ എല്ലാവരും മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ കൂടുതലായിട്ട് ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പൊളിറ്റി, എക്കണോമി, എൻവയോൺമെന്റ്. കഴിഞ്ഞ തവണയൊക്കെ ഹിസ്റ്ററിയും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഏതാണ് ഹൈ വെയിറ്റേജ് ടോപ്പിക്സ്? ഏതൊക്കെയാണ്? പൊളിറ്റി, എക്കണോമി, എൻവയോൺമെന്റ് ആൻഡ് ഹിസ്റ്ററി. ഓർത്ത് വെക്കുക. അപ്പൊ സിലബസ് എന്താണ്? ജി എസ് പേപ്പർ 1 സിലബസ് ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമി, ജോഗ്രഫി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് കറണ്ട് അഫയേഴ്സ്. സിസാറ്റ് പേപ്പറിന്റെ സിലബസ് എന്ന് പറയുന്നത് കോംപ്രഹെൻഷൻ, ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇനി പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? NCERT ഫോക്കസ് ചെയ്യണം. പക്ഷെ NCERT പഠിക്കേണ്ടത് നിർബന്ധമാണോ? ഒരിക്കലും അല്ല. കാരണം എന്താ, നമുക്കിപ്പോ അറിയാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും NCERT നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഞാനിപ്പോ ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് എക്കണോമിയുടെ NCERT പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ എനിക്ക് അവിടെ സയൻസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക, സയൻസിന്റെ NCERTs നോക്കുക. അല്ലെങ്കിൽ എന്താ, എല്ലാ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എനിക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, NCERT നോക്കേണ്ട കാര്യം അവിടെ ഇല്ല. അപ്പൊ NCERT പഠിക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമൊന്നും അല്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് കുറവാണ്, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് NCERT കിട്ടുള്ളൂ എന്ന് തോന്നിയാൽ മാത്രം എന്ത് ചെയ്യുക, NCERT പഠിക്കുക. പിന്നെ എന്താണ്? കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ഏകദേശം ഒരു 1.5 വർഷത്തെ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം. സോ എന്താണ്, കറണ്ട് അഫയേഴ്സ് ഡെയിലി നോക്കുക. ഒന്നെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്. പിന്നെ ഈ ഗവൺമെന്റ് റിപ്പോർട്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി വെക്കുക. അല്ലെങ്കിൽ ഇത് ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ എന്ത് ചെയ്യുക, ഡെയിലി നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ന്യൂസ് കാണുക. അല്ല എനിക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പാടാണെന്ന് തോന്നി എന്ത് ചെയ്യുക, മന്ത്ലി മാഗസീൻസ് ഒക്കെ എടുത്തിട്ട് അത് വെച്ചിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുക. പിന്നെ ഉള്ളതാണ് സിസാറ്റ്. അതായത് സിസാറ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് പ്രിലിംസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു 2-3 വർഷമായിട്ട് വരുന്ന സിസാറ്റിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നല്ല ടഫാണ്. സോ സിസാറ്റ് ഡെയിലി പ്രാക്ടീസ് കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് സിസാറ്റിൽ ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യമാണ് PYQs. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഒരിക്കലും പറയേണ്ട കാര്യം പോലില്ല. നമ്മുടെ നോട്ട്സിലാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത് PYQs, പ്രിലിംസിന്റെയും മെയിൻസിന്റെയും PYQs ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം PYQs പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം പാസ് ആവാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ,
എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ PYQs നോക്കണം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 5 വർഷം മുന്നേ വന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും എന്താ വരിക അടുത്ത വർഷം ക്വസ്റ്റ്യൻസ് വരിക. അല്ലെങ്കിൽ ചിലപ്പോഴും ചേഞ്ചസ് ഉണ്ടാവും, എന്നാലും എന്തുണ്ടാവും, നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവും, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഏകദേശം വരുന്നതെന്ന്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, PYQs മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യുക, നോക്കുക. ഓക്കെ, അടുത്തതാണ് ബുക്സ് ആൻഡ് റിസോഴ്സസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, എസെൻഷ്യൽ ബുക്സ് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ബുക്സ് എന്നൊക്കെ പറയുന്നത് പൊളിറ്റി, എക്കണോമി, ഹിസ്റ്ററി, എൻവയോൺമെന്റ്, CSAT ഇങ്ങനെയുള്ളതാണ്. ഇത് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. പൊളിറ്റിയുടെ ലക്ഷ്മികാന്തിന്റെയാണ്. പൊളിറ്റിക്ക് പ്രത്യേകിച്ച് നോട്ട്സ് തയ്യാറാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അങ്ങനെ പഠിക്കാം. ഹിസ്റ്ററിയുടെ ആണെങ്കിലും നോട്ട്സ് ഒന്നും തയ്യാറാക്കാൻ നമുക്ക് പഠിക്കാം. പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സിനാണെങ്കിൽ നോട്ട്സ്, ഓക്കെ, എല്ലാത്തിനും നോട്ട്സ് തയ്യാറാക്കി പഠിക്കുന്നത് ഏറ്റവും നല്ലത്. അല്ലാണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. പക്ഷെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് DM ചെയ്യുക. പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ അഫോർഡബിൾ ആ റേറ്റിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ എല്ലാ ഈ ബുക്സിന്റെ തന്നെയാണ് നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണ്, നോട്ട്സ് വാങ്ങിയാലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും നോട്ട്സ് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുക. പ്രിലിംസ് ആകുമ്പോഴത്തേനും എന്താ പറയുക, ഇനി ടൈം കുറവാണ്. അതുകൊണ്ട് ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കിയിട്ട് നല്ല രീതിക്ക് പഠിക്കുക. പിന്നെയുള്ള കാര്യമാണ് ടൈം മാനേജ്മെന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. അതായത് ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ ഡെയിലി എന്ത് ചെയ്യുക, ഒരു 4 to 5 hours GS പഠിക്കുക, ഒരു 1 to 2 hour CSAT പഠിക്കുക. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ CSATന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരു 4 to 5 hours എന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക, GSന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പിന്നെന്താണ്, നമ്മൾ റിവിഷൻ നടത്തണം. അതായത് അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ റിവിഷൻ ചെയ്ത് പോവുക. പിന്നെ അതുപോലെ തന്നെ വീക്കെൻഡിലോ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. അപ്പൊ എന്താണ്, റിവിഷനും പിന്നെന്താണ്, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. നമ്മളിപ്പോ ഫ്രീ ആയിട്ടാണെങ്കിൽ പല വിഷൻ IASന്റെ ഒക്കെ ആണെങ്കിൽ പോലും ഫ്രീ ആയിട്ട് നമുക്ക് കുറെ മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുക. അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ എന്താ, നമുക്കൊരു എക്സാം കുറച്ചുകൂടി എഴുതാൻ കുറച്ച് എളുപ്പമായിരിക്കും. സോ മോക്ക് ടെസ്റ്റ്, റിവിഷൻ, എക്സാം ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരു പഠിക്കുന്ന ആ ഒരു ടൈം, ഇതെന്താണ് ശ്രദ്ധിക്കുക. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ എന്താണ്, നമുക്ക് ടൈം മാനേജ്മെന്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് സെറ്റ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെയുള്ള ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ പേപ്പേഴ്സും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും പറയാണ്, മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ പേപ്പേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. ടൈം മാനേജ്മെന്റിനാണെങ്കിലും മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു അടുത്ത എക്സാമിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ പേപ്പേഴ്സും നോക്കുക. പിന്നെയുള്ളതാണ് MCQs ഒക്കെ ആൻസർ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എന്താണ്, ഇൻകറക്റ്റ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക് ഉണ്ട്. അതായത് നമ്മുടെ ഓപ്ഷൻസിൽ നിന്ന് പോലും നമുക്ക് ഇൻകറക്റ്റ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ അങ്ങനെ കറക്റ്റ് ആൻസർ എടുക്കാൻ പറ്റും. അതൊക്കെ ഞാൻ ലാസ്റ്റ് എന്താ പറയുക എലിമിനേഷൻ ടെക്നിക്ക് പഠിപ്പിച്ചു തരാം. പക്ഷെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 2 വർഷം മുന്നേ ഉള്ള പ്രിലിംസിന്റെ പേപ്പർ വരെ എന്താണ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ 2 വർഷത്തെ എന്താണ് പേപ്പേഴ്സിലെ എലിമിനേഷൻ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ അധികം അങ്ങനെ വരുന്നില്ല. പക്ഷെ എന്നാൽ കൂടി ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്താണ്, ഈ എക്സാമിന്റെ ടൈമിൽ ഓവർ തിങ്ക് ചെയ്ത് ഒരു ക്വസ്റ്റനിൽ തന്നെ ടൂ മച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ അങ്ങ് ഒഴിവാക്കുക. ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ക്വസ്റ്റിന് ഒത്തിരി നേരം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് ഇത്ര ടൈം എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും പ്രിലിംസിന് മുഴുവൻ ക്വസ്റ്റിനും ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു കട്ട് ഓഫിന്റെ ഒരു ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ആ ഒരു രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്താൽ മതി. ബാക്കിയുള്ളത് 100 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്യാൻ പോയാൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യവും ഇല്ല. പിന്നെ അടുത്ത കാര്യമാണ് കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ. കറണ്ട് അഫയേഴ്സിന്റെ പ്രിപ്പറേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ ഡെയിലി ഒന്നെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ പഠിക്കുക. പിന്നെന്താണ്, ഗവൺമെന്റ് സ്കീംസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, എൻവയോൺമെന്റ് ഇഷ്യൂസ്, ഇതൊക്കെ ഡെയിലി വരുന്നതാണ്. അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിക്ക് നോക്കുക. ഒരു നോട്ട്, ചെറിയൊരു രീതിക്ക് ഒരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വെക്കുക. അതിലുണ്ടായിരിക്കുക ഗവൺമെന്റ് സ്കീംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് എന്തൊക്കെ ഇഷ്യൂസ് ആണ് വരുന്നത്, പിന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് വെക്കുക. പിന്നെ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതാണ്. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ഒരു നല്ല ന്യൂസ് കാണുമെങ്കിലും ചെയ്യുക. നമുക്ക് പൊളിറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ സിവിൽ സർവീസ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് മാഗസീൻ അങ്ങനെ എന്തെങ്കിലും നോക്കുക. പിന്നെ റിവൈസ് മൾട്ടിപ്പിൾ ടൈംസ്. അതായത് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ആയിക്കോട്ടെ, GS പേപ്പറിന്റെ ആയിക്കോട്ടെ, എന്തിന്റെ ആണെങ്കിലും റിവിഷൻ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് നടത്തുക.
ഒരു 3-4 തവണ നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിന് മുന്നേ റിവൈസ് ചെയ്തിരിക്കണം. പിന്നെയുള്ള കാര്യമാണ് നമുക്ക് എന്താ കുറച്ച് കോമൺ മിസ്റ്റേക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ മിസ്റ്റേക്സ്. അതായത് ഏറ്റവും കൂടുതലുള്ള കാര്യമാണ് എല്ലാവരും GS കൂടുതൽ പ്രിപ്പയർ ചെയ്യും, പക്ഷെ എന്ത് ചെയ്യും, CSATന്റെ പ്രിപ്പറേഷൻ ഉപേക്ഷിക്കും. എല്ലാവരും ലാസ്റ്റ് കുറച്ച് നാളത്ത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, CSAT പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചിരിക്കും. പക്ഷെ അങ്ങനെയല്ല, CSATന്റെ പേപ്പർ ഇപ്പൊ നല്ല ടഫായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡെയിലി CSATന്റെ എന്ത് ചെയ്യുക, പഠിക്കണം, ഡെയിലി CSAT പഠിക്കണം. സോ CSATന്റെ പ്രിപ്പറേഷൻ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. പിന്നെന്താണ്, മോക്ക് ടെസ്റ്റുകളൊന്നും സോൾവ് ചെയ്യാതിരിക്കുന്നത്. അത്യാവശ്യം എന്ത് ചെയ്യുക, നല്ല രീതിക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ സോൾവ് ചെയ്യുക. പിന്നെന്താണ്, കറണ്ട് അഫയേഴ്സിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് GS അല്ലെങ്കിൽ സ്റ്റാറ്റിക് സബ്ജക്ട്സിനെ എന്ത് ചെയ്യും, ഒഴിവാക്കും. അങ്ങനെയുള്ള ഒരിക്കലും ചെയ്യരുത്. കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, നമ്മൾ എല്ലാ സബ്ജക്ട്സും ഒരുപോലെ പഠിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് പ്രിലിംസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ഡെയിലി CSAT പഠിക്കണം. കറണ്ട് അഫയേഴ്സുകൾ ഒത്തിരി ഫോക്കസ് ചെയ്യേണ്ട, പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ ഫോക്കസ് നല്ല രീതിക്ക് പഠിക്കണം. അതുപോലെ തന്നെ എന്താണ്, GSഉം ഡെയിലി പഠിക്കണം. പിന്നെ എന്താണ്, മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെയുള്ളതാണ് എന്ത്, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ടിപ്സ് ആണ്. കുറച്ച് അവസാന ആ ഒരു ടൈം ആകുമ്പോഴത്തേനുള്ള ഒരു പ്രിപ്പറേഷൻ ടിപ്സ് ആണ് പറയുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാം. എന്താണ്, റിവിഷൻ നോട്ട്സിൽ പിന്നെന്താണ്, വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ വർഷവും വരുന്ന ടോപ്പിക്സ് നോക്കിയിട്ട് ആ ഒരു ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. റിവിഷൻ നോട്ട്സിൽ ഫോക്കസ് ചെയ്യുക. അല്ലാതെ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇനി നമുക്ക് ടൈം ഇല്ല. കംപ്ലീറ്റ് ഒരു റെഫറൻസ് ബുക്ക് വാങ്ങിയിട്ട് അതിൽ നിന്ന് ഓരോ പേജ് നോക്കി നോക്കി പഠിക്കാനുള്ള ടൈം എന്ത് ചെയ്യില്ല, ഇനി എക്സാമിനില്ല. ഇനി നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഏതാണ്, റിവിഷൻ നോട്ട്സ് പർച്ചേസ് ചെയ്യുക, പഠിക്കുക. അല്ലെ റിവിഷൻ നോട്ട്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് വെച്ച് പഠിക്കാനാണ്. നോട്ട്സ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. പെയ് നോട്ട്സ് ആണ്. പക്ഷെ തരാം, എന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം, കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെന്താണ്, പെയ്ഡ് നോട്ട്സ് ആണ്. ആരും ഫ്രീ നോട്ട്സ് ആണോ എന്ന് ചോദിച്ചിട്ട് വിളിക്കരുത്. കാരണം നമ്മൾ ഇത്രയും സബ്ജക്ട്സിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതിൻ്റെതായ ഒരു ചെറിയ ചെലവുണ്ട്. ആ ഒരു എമൗണ്ടേ നമ്മൾ വാങ്ങുന്നുള്ളൂ, കൂടുതലൊന്നും വാങ്ങുന്നില്ല. സോ ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, എല്ലാ ആഴ്ചയിലും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യമാണ്, നമ്മൾ കുറച്ച് കാമായിട്ടിരിക്കുക. അല്ലാതെ ഒത്തിരി സ്ട്രെസ് ചെയ്തോ എക്സാം വരികയാണ് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ കാമായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെയുള്ളൊരു കാര്യമാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. പിന്നെ എന്താണ്, നമ്മൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് പ്രിലിംസിന്റെ എക്സാമിനേഷൻ പാസ്സാവാനായിട്ട് പറ്റത്തുള്ളൂ. പ്രിലിംസ് എന്താണ്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മെയിൻസിലേക്ക് പോവാനായിട്ട് മാത്രമാണ് എന്ത്, പ്രിലിംസ് പാസ്സാവണം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ എന്താണ്, നമ്മുടെ മനസ്സ് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. എന്നെ കൊണ്ട് ഈ ഒരു എക്സാം എഴുതിയെടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ഈ എക്സാം എഴുതാനായിട്ട് നമ്മൾ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ എക്സാം ഭയങ്കര ടഫാണ്, ടോപ്പേഴ്സിന് മാത്രമാണ്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് ഈ ഒരു എക്സാം എഴുതിയെടുക്കാൻ പറ്റുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം എന്ത് ചെയ്യാൻ, സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് പോവാൻ. സോ അപ്പം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചെന്ന്, എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് എന്ത് ചെയ്യുക, എന്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.